നമസ്കാരം. ന്യൂസ് മലയാളം ക്രോസ് ഫെയറിൽ ഇന്ന് നമുക്കൊപ്പം ഉള്ളത് PV അൻവർ MLA. സ്വാഗതം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യങ്ങൾ? പാർട്ടിക്ക് കൊടുത്ത കത്തിന്റെ വിശദീകരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പബ്ലിക്കിനോട് പറയേണ്ട കാര്യമാണ് പബ്ലിക്കിനോട് പറഞ്ഞത്. പാർട്ടിയിൽ പറയേണ്ട കാര്യം അത് സ്വകാര്യമായി പറയേണ്ട കാര്യങ്ങൾ സ്വകാര്യമായി തന്നെ പറയണം. അപ്പോൾ പബ്ലിക്കായി പറയേണ്ട കാര്യങ്ങൾ ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ P ശശിയുടെ നിലപാടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പാർട്ടിക്കും ഗവൺമെൻറ്റിനും വന്ന ദോഷകരമായ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തീരുമാനങ്ങൾ, ആ കാര്യങ്ങൾ കൊണ്ട് പാർട്ടിക്കുണ്ടായ ദോഷം, ഈ കാര്യങ്ങൾ വ്യക്തമായും സൂചിപ്പിച്ചുകൊണ്ടാണ് പാർട്ടിക്ക് കത്ത് കൊടുത്തത്. അത് പാർട്ടി അന്വേഷിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ സാധ്യമല്ലേ? ഇപ്പോൾ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ പൂഴ്ത്തിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ P ശശി വരെയേ എത്തുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പലതും മറച്ചു പിടിക്കുന്നു എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ തന്നെ അത്തരത്തിൽ ഗുരുതരമായ ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. താങ്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ താങ്കളുടെ വാക്കുകൾ വിശ്വസിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രി അടക്കമുള്ളവർ? അല്ല, അതും ഈ പറയുന്ന പരാതിയിലെ ഒരു പ്രധാന സംഗതിയാണ്. അതതിൻ്റെ തെളിവുകൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കാനുള്ള ശേഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടല്ലോ. അത് പാർട്ടി അന്വേഷിക്കട്ടെ. തെളിവ് സഹിതമാണോ പരാതി നൽകിയത്? അതെ, പലതും തെളിവ് സഹിതമാണ്. തെളിവില്ലാതെ വെറുതെ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പാർട്ടി അന്വേഷിച്ചാൽ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള തെളിവുകളാണ് കൊടുത്തിട്ടുള്ളത്. ADGP MR അജിത് കുമാറിനെതിരെയാണ് താങ്കൾ ആദ്യം പരാതി ഉയർത്തുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ അതും വളരെ പരസ്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇപ്പോഴും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയാണ്. ഇന്ന് അദ്ദേഹത്തിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ സംഘം രൂപീകരിക്കപ്പെടുകയാണ്. അപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നത് എന്തുകൊണ്ടാകും? SIT ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. SIT അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം എനിക്ക് ഈ തെളിവുകളും വിവരങ്ങളും തന്നത് ആരാണ് എന്ന് അന്വേഷിച്ചിട്ടുള്ള ഒരു പാരലൽ അന്വേഷണം നടക്കുക. ഈവൻ അരീക്കോട് ഈ മാവോയിസ്റ്റ് ക്യാമ്പിൽ ഉള്ള പോലീസുകാരുടെ ഇടയിൽ പോലും പോയിട്ട് ഇന്നലെ മിനിയാന്നൊക്കെ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് 2 വർഷത്തെയും 3 വർഷത്തെയും അസൈൻമെൻറ്റ് കഴിഞ്ഞ് വേറെ ഇതിലേക്ക് MSPയിലേക്കും ക്യാമ്പിലേക്കും മടങ്ങി അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ അന്വേഷിക്കാനുള്ള ഏജൻസി തയ്യാറെടുപ്പുകൾ നടത്തുന്നതോടൊപ്പം ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് തടയിടാൻ പാരലലായിട്ട് ഈ പറയുന്ന തെളിവുകൾ തന്ന ഉദ്യോഗസ്ഥന്മാരെ, നാട്ടുകാരെ ഭീഷണിയും സ്വാധീനവും ഒക്കെ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആശങ്കാജനകമാണ്. അതുകൊണ്ട് MR അജിത് കുമാർ ഇന്നിപ്പോൾ വിജിലൻസ് എൻക്വയറി ഇന്നലെ ഓർഡറായി. അതിൽ പറഞ്ഞ 3-4 കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ പെടാത്തൊരു കാര്യമുണ്ട്. അത് ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട DGP കത്ത് കൊടുക്കുന്നുണ്ട്. കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അതും കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ന് ഞാൻ കത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അന്വേഷണ ഏജൻസി ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാരലായിട്ട് ഇങ്ങനെ സംഗതി നടക്കുന്നത്. മാത്രമല്ല, ഇനി ഒരു കാരണവശാലും ഈ പറയുന്ന ADGP അജിത് കുമാറിനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം. മാറ്റി നിർത്തിയ അന്വേഷണത്തിന് സമയം കഴിഞ്ഞു. സസ്പെൻഡ് ചെയ്തിട്ട് വേണം ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നല്ല ഇതിൻ്റെ ഉദ്ദേശം. ആത്യന്തികമായി ഈ തെളിയേണ്ട പല തെളിവുകൾ അവർ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണം. താങ്കൾക്ക് അക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നതിൽ കാര്യമായി പറ്റിയിട്ടില്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമായിട്ടില്ലേ? അല്ല, അദ്ദേഹത്തിന് ഒരു ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നീങ്ങിയത്. സംസ്ഥാന പോലീസിൽ നിന്ന് ഏകദേശം 10-200ഓളം ആളുകളെ ഡിസ്മിസ് ചെയ്ത ഒരു ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ആദ്യത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഈ അദ്ദേഹത്തോട് ചാരി നിന്ന മറ്റൊരു IPS ഓഫീസർ എന്ന് പറയുന്ന മലപ്പുറം SPയെ ഇവിടുന്ന് സ്ഥലം മാറ്റി. കൂടെയുള്ള ചില ഓഫീസർമാരെ സ്ഥലം മാറ്റി. ഇപ്പോൾ ഇതാ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ കാര്യങ്ങൾ ഒന്നുകൂടി ജാഗ്രത
ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം ഈ രീതിയിൽ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പി ശശി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാകുമോ ഈ വിഷയങ്ങളിൽ? അതെനിക്കറിയില്ല. അത് പറയാൻ ഞാൻ ആളല്ല. പി ശശിക്കെതിരെയും പരാതി പറഞ്ഞാൽ അന്വേഷിക്കുമെന്നാണ് LDF കൺവീനർ പറഞ്ഞത്, CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ പരാതി നൽകിയിരിക്കുന്നു. ഇനി ഉടൻ തന്നെ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം പി ശശിക്കെതിരെ ഉണ്ടാകും എന്നാണോ താങ്കൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെ. ഞാൻ മാത്രമല്ലല്ലോ, ഈ പറയുന്ന പാർട്ടിയുടെ ബഹുമാന്യ സെക്രട്ടറിയും LDF കൺവീനറും ഒക്കെ നിങ്ങളോടൊക്കെ തന്നെ പറഞ്ഞല്ലേ, പരാതി തന്നാൽ ഞങ്ങൾ അന്വേഷിക്കും. എന്നിവർ പരാതി തന്നിട്ടില്ല. അത് വാസ്തവമാണ്. പരാതി അന്ന് കൊടുത്തില്ലായിരുന്നു. അന്ന് എനിക്ക് പരാതി ആ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കൂട്ടത്തിൽ കൊടുക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത പരാതി ഈ പോലീസിൻ്റെ ക്രിമിനലിസവുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ആ കൊടുക്കുന്ന കത്താണ് ഈ അന്വേഷണ SITക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൈമാറാൻ പോകുന്നത്. അതിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള എൻ്റെ ആരോപണങ്ങളിൽ പ്രധാനമായിട്ടുള്ള പൊളിറ്റിക്കൽ ആരോപണങ്ങളാണ്. അതാ അന്വേഷണ സംഘം അല്ല അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കേണ്ടത് പാർട്ടിയാണ്. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ആ കത്തിൽ സൂചിപ്പിക്കാതിരുന്നത്. ആ വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതിയുടെ കോപ്പി അന്ന് പാർട്ടി സെക്രട്ടറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയാണെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് 2 പരാതിയുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണോ താങ്കൾക്ക് ഉന്നയിക്കാനുള്ളത്? അല്ല, ഇപ്പം അത്രേ പറയുന്നുള്ളൂ. ഈ പ്രധാനപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പൂഴ്ത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ലല്ലോ. അല്ല, അതിൻ്റെ തെളിവല്ലേ 3 വർഷത്തോളമാണ് ഈ കോഴിക്കോട് എയർപോർട്ടുമായി, കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുള്ളത്. 100 ചില്ലാനം കേസുകളാണ് പോലീസ് FIR ഇട്ടിട്ടുള്ളത്. ഈ 100 ചില്ലാനം കേസുകളിൽ ഈ സ്വർണം കൊണ്ടുവന്നവരെയും ഈ കേസിൽ ബുക്ക് ചെയ്തവരെയും SIT വിളിച്ച് അന്വേഷിക്കണം. അവരെത്ര സ്വർണമാണ് കൊടുക്കുന്നത്, എത്രയാണ് കോടതിയിൽ കൊടുത്തത്, എങ്ങനെയാണ് അവരെ അറസ്റ്റ് ചെയ്തത്, കരിപ്പൂരിൽ നിന്ന് അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്, അവിടെ ഏത് രീതിയിലാണ് ചോദ്യം ചെയ്തത്, എത്രത്തോളമാണ് അവരെ ഭേദ്യം ചെയ്തത്, എങ്ങനെയാണ് അവരെ ഭീഷണിപ്പെടുത്തിയത്, അവരെ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തി നിങ്ങളെ പുറം ലോകം കാണില്ല, ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറയണം ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 100 ചില്ലാനം കേസുണ്ട്, 150ഓളം കേസുകളുണ്ട്. ഈ 150 കേസിലും ഈ പോലീസ് എടുത്ത കേസിൽ ഈ സ്വർണം കൊണ്ടുവന്നു എന്ന് പറയുന്ന ആളുകളെ ഈ SIT ഇൻട്രോഗേറ്റ് ചെയ്യണം. അവരുടെ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അത് അറസ്റ്റ് ചെയ്ത പോലീസുകാരാരെന്ന് അന്വേഷിക്കണം. അതിൻ്റെ CCTV പരിശോധിക്കണം. അപ്പോഴാണ് ഇതങ്ങോട്ട് എത്തുക. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് ഇന്റലിജൻസ് ഇത് അറിയാതെ പോയി? 1 കടത്തും 2 കടത്തും 4 കടത്തുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. 2.25 കൊല്ലം നിരന്തരമായി കടത്തുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, ക്രൈം ബ്രാഞ്ച് ഉണ്ട്, വിജിലൻസ് ഉണ്ട്, വേറെ എന്തൊക്കെയാ SSB ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്. ഇവരാരും അറിയാതെ ADGP ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇത് നടക്കില്ലല്ലോ. നടക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ തടയിടാൻ ആർക്കാ സാധിക്കുക? ഒരു സുജിത് ദാസ് മാത്രം വിചാരിച്ച് നടക്കുമോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കോമൺ സെൻസ് സമ്മതിക്കുമോ? അപ്പം ഇതിൽ ഒരു ലൈൻ ഓഫ് ഓപ്പറേഷനാണ്. അപ്പോൾ രാഷ്ട്രീയ ആരോപണം മാത്രം അന്വേഷിച്ചാൽ മതിയോ? അല്ല, ഇത് അന്വേഷിക്കണം SIT. ഇത് അന്വേഷിച്ചിട്ട് ഇത് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഇതിൻ്റെ വിഹിതം ആരൊക്കെ പറ്റി, എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നിയമം പറയുന്നത് ഈ പറയുന്ന സ്വർണത്തിന് വരുന്നതിൻ്റെ ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയാൽ പോലീസ് ഇമ്മീഡിയറ്റ്ലി ദേ ഹാവ് ടു റിപ്പോർട്ട് ദ കസ്റ്റംസ് ഇൻ ദ എയർപോർട്ട്. ഇന്ന് പാസഞ്ചർ വരുന്നുണ്ട്. ഒരിക്കലും ചെയ്തിട്ടില്ല. ആ ഇൻഫോമർക്ക് 20% റിവാർഡ് ഉണ്ട്. ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഈ പിടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് റിവാർഡ് ഉണ്ട്. അവരത് വാങ്ങാൻ നിന്നിട്ടില്ല. ഇത്രയും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ നിയമപരമായിട്ട് ഇൻകം ടാക്സ് പോലും കൊടുക്കാതെ വളരെ സ്വകാര്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവുന്ന കോടിക്കണക്കിന് രൂപയുടെ മുതൽ ഇവർ പിടിച്ചിട്ടുണ്ട്. അതൊന്നും ഇവർക്ക് വേണ്ട. എന്താ കാരണം? അന്വേഷിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഒരു ഒറ്റക്ക് നടത്താവുന്ന ഒരു സുജിത് ദാസും 10 ഡാൻസ് ഓഫുകാരും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം അതിലേക്ക് അന്വേഷണം വരണം. ആ അന്വേഷണത്തിലേക്ക് ഇപ്പോഴും SIT കിടന്നിട്ടില്ല. ഈ 100 ചില്ലാനം ആളുകൾ ഈ കൊണ്ടുവന്ന ഒരാളെ പോലും വിളിച്ച് SIT അന്വേഷണമായിട്ട് എനിക്കറിയില്ല. ഞാനിത് അന്വേഷിക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും നോക്കാം നമുക്ക്. അന്വേഷണം ശരിയായ ദിശയിലല്ലേ പോകുന്നത്? അല്ല, അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് എനിക്ക് പറയാൻ ഇപ്പം പറ്റില്ല. അന്വേഷണം ശരിയായ ദിശയിലാവട്ടെ എന്ന് നമുക്ക് എന്താ പറയുക പ്രാർത്ഥിക്കാം. പക്ഷേ അന്വേഷണം സ്ലോ ആണ്. ഈ 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ പറയുന്ന 150ഓളം വരുന്ന പാസഞ്ചേഴ്സിൻ്റെ കാരിയേഴ്സിൽ ഒരു 10 ആളെങ്കിലും വിളിച്ച് അന്വേഷിക്കണ്ടേ? അങ്ങനെ അന്വേഷണം നടന്നായിട്ട് ഞാൻ അറിയുന്നില്ല.
അത് ഇതിൻ്റെ അപാകതയായിട്ട് ഞാൻ കാണുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പരിമിതികളുണ്ടോ അന്വേഷണ സംഘം? അവർക്ക് പരിമിതികൾ ഉണ്ടാവേണ്ട കാര്യമില്ല. പരിമിതി ഉണ്ടെങ്കിൽ നമുക്കപ്പം നോക്കാം. ഉയർന്ന ഈ തലത്തിലുള്ള മറ്റൊരു കേസുകളൊക്കെ പബ്ലിക് ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനം ഇത് വായിച്ചുകൊണ്ട് വരും. അപ്പം ഇതിനെ വഴി തിരിച്ചു വിടാൻ ആര് പരിശ്രമിച്ചാലും അങ്ങനെ വഴി തിരിച്ചു വിട്ടാൻ അവർക്ക് സാധിക്കില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതിന് കുട പിടിച്ചു എന്നാണോ? അല്ല, അങ്ങനെയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അന്വേഷിക്കട്ടെ എന്ന്. നമ്മളിതിനെ ചാടിക്കേടി പറയുന്നത് നിങ്ങൾ അത്ര തിരക്ക് എനിക്കില്ലല്ലോ. നിങ്ങളെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയല്ലോ. ആ ദുരുദ്ദേശം ഇപ്പം എനിക്കില്ല. അപ്പം അതിൻ്റെ സമയമാവട്ടെ, നമുക്ക് നോക്കാം. മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം ഏതായാലും തൽക്കാലം ഇപ്പോൾ ഇല്ലതാണ്. ഇല്ല, മറ്റൊരു ഏജൻസി അന്വേഷിക്കണ്ട. കേരളത്തിലെ സ്വതന്ത്രരായ പോലീസുകാർ അന്വേഷിച്ചാൽ മതി. എന്നാൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു സാധാരണ 10ാം ക്ലാസ്സിൽ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി അന്വേഷിച്ചാൽ തെളിയാവുന്ന കേസേ ഉള്ളൂ. ഇതൊന്നും ഹൈലി കോംപ്ലിക്കേറ്റഡ് കേസുകളല്ല. പബ്ലിക്കായി പച്ചയായി നടത്തിയ കൊള്ളയാണ്. 10 ആളെ വിളിച്ച് അന്വേഷിച്ചാൽ ഇത് പുറത്തു വരും. അപ്പോൾ അതിന് വലിയ ഏജൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാ ഒരു SI, അത്യാവശ്യം മോളല്ലൊരു SI അന്വേഷിച്ചാൽ തെളിയുന്നത്. അപ്പോൾ പിന്നെ അതിന് മറ്റൊരു ഏജൻസിയുടെ ആവശ്യമില്ല. നമ്മൾ കേരള പോലീസിനെ പൂർണ്ണമായിട്ട് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇതിൽ 5-10% താഴെയാണ് ഈ പറയുന്ന വിഭാഗം. അതേറെ വളരെ സത്യസന്ധരായിട്ടുള്ള നിരവധിയായ IPSകാരും അല്ലാത്തവരുമായ ഓഫീസർമാർ ഈ കേരളത്തിലെ പോലീസിലുണ്ട്. കേരളത്തിലെ പോലീസ് ഇന്ത്യക്ക് അഭിമാനമായി ഇപ്പോഴും നിൽക്കുകയാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഈ പുഴുക്കുത്തുകൾ. ഇവർ 10 പേര് ചേർന്നിട്ടാണ് ഈ 10,000 വരുന്ന ഈ സേനയെ അവരുടെ മുറയിലിനെ ഇല്ലാതാക്കുന്നത്. അവിടെയാണ് പ്രശ്നം. RSS ADGP കൂടിക്കാഴ്ച സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് P. ശശിയുടെ അടുത്തുവരെ എത്തി എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനർത്ഥം അദ്ദേഹത്തിന് ഈ കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ട് എന്നാണോ? എന്താ തർക്കം? അദ്ദേഹം സത്യസന്ധനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലേക്ക് ഓടിച്ചെന്ന് മുഖ്യമന്ത്രിനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണ്ടേ? അതല്ലേ ചെയ്യേണ്ടത്? ഈ പാർട്ടിയോട് കൂറുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യമല്ലേ? അപ്പോൾ ഈ 10-16 മാസക്കാലം ഇതാരാ പൂഴ്ത്തിവെച്ചത്? എന്തിന്? സന്ദീപാനന്ദഗിരിയുടെ കേസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറത്തു വിട്ടല്ലോ. 2023 മെയ് മാസത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിന് ശേഷം കൊടുത്ത റിപ്പോർട്ടാണ്. ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന രീതിയിൽ കേസ് ഡൈവേർട്ട് ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. കാരായി രാജനെ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കാൻ വേണ്ടി അവിടെ CDRകൾ പരിശോധിച്ചിട്ടുണ്ട്. 1ാമത്തെ ഘട്ടത്തിൽ അവർ അന്വേഷിക്കേണ്ടിയിരുന്ന പരിസര പ്രദേശത്തെ CCTVകൾ അവർ പരിശോധിച്ചിട്ടില്ല. സന്ദീപാനന്ദഗിരി നൽകിയ പരാതിയിൽ പറയുന്ന 3-4 വ്യക്തികളുണ്ട് സംശയമുള്ളവരെ. അവരെ കൃത്യമായി അന്വേഷിച്ചിട്ടില്ല. അവരുടെ CDR ഫയലുകൾ എടുത്തിട്ടില്ല. ഈ കേസ് പാർട്ടിയുടെ സഖാക്കളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാനുള്ള പരിശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ നടന്ന ഈ മാൽ പ്രാക്ടീസ് അന്വേഷിച്ച് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ റിപ്പോർട്ട് എന്തേ P. ശശി കാണാതെ പോയത്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രമാത്രം പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു സന്ദീപാനന്ദഗിരി. ഈ കേരളം കണ്ട ഏറ്റവും വലിയ കേസായിരുന്നു നമ്മുടെ സരിത കേസ്. ആ സരിത കേസിൽ സരിതയെ സ്വാധീനിച്ചു എന്ന് ADGP സ്വാധീനിച്ചു, അവരെ കൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് മാറ്റി പറയിച്ചു എന്നവർ പറയുന്നു. എന്തേ ആ റിപ്പോർട്ട് ഗവൺമെന്റിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കാതെ പോയത്? DGPയുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ടോ ഈ സോളാർ കേസ്? സോളാർ കേസ് ആ പരിധിയിൽ വരുന്ന 2ാമത്തെ ഘട്ടത്തിൽ, അതായത് നമ്മൾ പറയുന്ന CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ വേണ്ടിയിട്ട് ഇവരെ സ്വാധീനിക്കുന്ന ആരാണ്? ഈ അജിത് കുമാറാണ്. അവരോട് പറയുന്നത് 2020 അവസാനത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. LDF 5 വർഷം കൂടുമ്പം ചേഞ്ച് ആണല്ലോ ഇവിടെ. UDF ഗവൺമെൻറ്റാണ് വരാൻ പോകുന്നത്. UDF ഗവൺമെൻറ് വന്നാൽ ഈ പോലീസുകാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? CBI അന്വേഷണം നടത്താൻ നിങ്ങൾ പെറ്റീഷൻ കൊടുക്കണമെന്ന് ഈ സ്ത്രീയോട് പറയുന്നത് അജിത് കുമാർ. അവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തല്ലോ. എന്നിട്ട് ആ സാധു സ്ത്രീയെ പറഞ്ഞ് പറ്റിച്ചത് എന്താ? CBI ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇത് ആരന്വേഷിച്ചാലും സരിത ഈ കേസുകൾ തെളിയാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ചാൻസാണ് ഇപ്പോൾ ഇത് സെറ്റിൽ ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾ സെറ്റിൽ ചെയ്താൽ അവർ പല ആളുകൾക്കും പൈസ കൊടുക്കാനുണ്ട്. കാരണം ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയി വാങ്ങിയ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെയാണ് ഇവരൊക്കെ അടിച്ചു പോയത്. അവരെ എല്ലാ സമ്പത്തും ഇവർ കൊള്ളടിച്ചു. അവരെ ശാരീരികമായി ഇവർ ഉപയോഗിച്ചു, അവരെ മാനസികമായി ഇവർ ഉപയോഗിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കേരളത്തിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പുകാരി എന്നുള്ള ചിത്രം അവർക്ക് ചാർത്തിക്കൊടുത്ത് അവരെ ജയിലിലടച്ചു.
അപ്പം ഈ പണം കൊടുത്ത പലരും പല കോടതിയിലും കേസാണ്. അത് ഞാൻ സെറ്റിൽ ചെയ്ത് തരും. പുറമേ നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള കാര്യങ്ങളും ഞാൻ സെറ്റിൽ ചെയ്ത് തരാം. എന്ത് വേണം നിങ്ങൾ? ചില മൊഴികൾ മാറ്റിപ്പറയണം. എങ്ങനെയാണ് പറഞ്ഞത്? അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് കൃത്യമായി ഓർക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ സ്ത്രീ പറഞ്ഞില്ലേ? അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കിടക്കുമ്പം UDF ചോദിക്കുന്ന ചോദ്യം എന്താ? ഇതുപോലെയുള്ള ആരോപണങ്ങൾ എവിടെ പോയി? നിങ്ങളുടെ സരിത കേസ് എന്തായി? ഈ ഒരു സംസ്ഥാനത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ പോലീസിൻ്റെ മർദ്ദനത്തിന് വിധേയമായ സമരങ്ങളായിരുന്നു നടന്നിരുന്നത്. ഈ പാർട്ടിയുടെ മൊറയിലിനെ തന്നെ അത് ബാധിച്ചു. അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ADGP അജിത് കുമാർ, അവനോടൊപ്പല്ലേ പൊളിറ്റിക്കൽ സെക്രട്ടറി? അത് കഴിഞ്ഞിട്ടല്ലേ ഈ സന്ദീപാനന്ദഗിരി കേസ്? ഒപ്പം ഈ RSSമായിട്ടുള്ള കൂടിക്കാഴ്ച അത് ഇടയ്ക്കിടയ്ക്കുണ്ട് എന്നാണോ പറയുന്നത്? അല്ല, അത് ഉണ്ടാവണമല്ലോ. 2 തവണ ആയിരിക്കില്ലേ കണ്ടത്? അല്ല, അതൊന്നും ആവാനല്ല സാധ്യത. അതിലേറെ തവണ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ RSS കൂടിക്കാഴ്ച ഇദ്ദേഹം അറിയുന്നു, ഇദ്ദേഹം അതിന് കൂട്ടുനിൽക്കുന്നു എങ്കിൽ ശരിക്കും ഉണ്ടാകേണ്ടത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട നടപടിയല്ലേ? അത് പാർട്ടി പരിശോധിക്കട്ടെ. പാർട്ടി പരിശോധിക്കട്ടെ. അതൊക്കെ പരിശോധിക്കാനുള്ള ശേഷി പാർട്ടിക്കുണ്ടല്ലോ. അങ്ങനെ ഒരു ആവശ്യം ഉയർത്തിയിട്ടുണ്ടോ? അല്ല, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഇപ്പം ഞാൻ അതിൽ പറഞ്ഞാൽ പിന്നെ ആ കത്തങ്ങോട്ട് തന്നാൽ പോരെ. ഈ കാര്യങ്ങളിൽ താങ്കൾക്ക് ആരുടെ പിന്തുണയാണുള്ളത്? എനിക്ക് ജനങ്ങളെ പിന്തുണ. ഇടതുപക്ഷത്തിനകത്തു നിന്ന് പിന്തുണ? കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നീതിക്കും ന്യായത്തിനും വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് തർക്കമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് തർക്കമുണ്ടോയെന്ന് എനിക്കറിയില്ല. ജനങ്ങൾക്ക് ആ കാര്യത്തിൽ തർക്കമുണ്ടാവില്ല. ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്നും നിലകൊണ്ട പാർട്ടിയാണ്. ഈ കഴിഞ്ഞ 8 വർഷത്തെ ഗവൺമെൻറ് ഇത് ആവർത്തിച്ച് തെളിയിച്ചിട്ടുള്ളതാണ്. പെൻഷൻ തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അത് വെറുതെ നീട്ടിക്കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ ആ ജനത ഉൾപ്പെടെയുള്ള ഈ നാടിൻ്റെ സാമൂഹ്യതിന്മയും ഈ നാടിൻ്റെ മതേതരത്വവും ജനാധിപത്യ സ്വഭാവവും ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എന്നോടൊപ്പമല്ല, ഈ വിഷയത്തോടൊപ്പമാണ്. എന്നോടൊപ്പം എന്നല്ല, ഞാൻ ഈ പറയുന്ന വിഷയത്തോടൊപ്പമാണ്. ഉന്നത നേതാക്കളുടെ പിന്തുണയുണ്ടോ? മനുഷ്യരല്ലേ, ഇതിലെല്ലാവരും വരില്ലേ? നേതാവും അനുയായിയും അല്ല, അടിമയും ഉടമയും കച്ചവടക്കാരനും വ്യാപാരികളും തൊഴിലാളികളും പ്രവാസികളും വിദ്യാർത്ഥികളും യൂത്തും അല്ല, അതാണല്ലോ സമൂഹം. ഒറ്റയ്ക്കല്ല ഈ പോരാട്ടത്തിൽ. അല്ലെ, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ജനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ലേ. ഒരാൾക്കല്ലേ മുന്നിൽ നിൽക്കാൻ പറ്റൂ. അത് ഞാൻ നിൽക്കുന്ന അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം താങ്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തും മുമ്പ് താങ്കൾ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി മകനെ പോലെയാണ് കാണുന്നത് എന്ന്. അത്തരം ഒരു അടുപ്പമുണ്ടെങ്കിൽ മാധ്യമങ്ങളിൽ പറയുന്നതിന് മുമ്പ് ഇത് അദ്ദേഹത്തോട് ചൂണ്ടിക്കാട്ടുകയായിരുന്നില്ലേ ആദ്യം വേണ്ടത്? അല്ല, മുഖ്യമന്ത്രിയോട് ഇതൊരു പാർട്ടി സംവിധാനമുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ഈ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പല ഘട്ടത്തിലും പല രീതിയിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് കത്ത് കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് ഞാൻ ഈ ലാസ്റ്റിൽ പരാതി കൊടുക്കുമ്പോഴാണ് പറയുന്നത്. ഇത് മുഖ്യമന്ത്രി അല്ലല്ലോ, ഇത് പാർട്ടിയാണല്ലോ, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണല്ലോ. നിങ്ങൾ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുകയും ആഭ്യന്തര വകുപ്പിലൂടെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴും ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദ ഡ്യൂട്ടി ആൻഡ് റോൾ ഓഫ് എ പൊളിറ്റിക്കൽ സെക്രട്ടറി? വൈ ഹി ഈസ് സിറ്റിംഗ് ഓൺ ദാറ്റ് സീറ്റ്? വാട്ട് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ്? അങ്ങനെ ഒരു സംഗതി ഇല്ലേ? അതിനാണല്ലോ അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ഈ ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുമോ? താങ്കൾ ഇത്രയും ശക്തമായി ഇത് പറയുമ്പോൾ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണല്ലോ. അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്നില്ല എന്നതിന്റെ തെളിവാണല്ലോ ഈ അന്വേഷണങ്ങളൊക്കെ വരികയും ആളുകൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ഇപ്പൊ വിജിലൻസ് അന്വേഷണം നടക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന്റെ ഭാഗ്യമല്ലേ? അപ്പോഴും നടപടി ഉണ്ടാകുന്നില്ലല്ലോ. ADGP ആ സ്ഥാനത്തിരിക്കുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ആ സ്ഥാനത്തിരിക്കുന്നു. ഇന്നലെ രാത്രിയല്ലേ, വൈകുന്നേരമല്ലേ വിജിലൻസ് എന്താ പറയാ എൻക്വയറിക്ക് പെർമിഷൻ കൊടുത്തില്ല. സമയമെടുത്തോട്ടെ എന്നാണ്. യെസ്, നടപടി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 100%. ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ട്? അല്ല, നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോയതെന്ന് ചോദിച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. മനുഷ്യനെ തോന്നലല്ലേ, എനിക്ക് അന്ന് അങ്ങനെ തോന്നി, ഇന്നിപ്പോൾ എങ്ങനെ തോന്നിയത്? എന്ത് ചെയ്യാൻ പറ്റും?
പക്ഷെ ഇത് പ്രതിപക്ഷമടക്കം വലിയ ആയുധമാക്കുകയാണ്. ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി നേതാവ് പോലും ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർത്തിയിട്ടില്ല. താങ്കളാണ് അത് ഉയർത്തുന്നത്. ഈ പ്രതിപക്ഷത്തിന് ഇതിന്റെ പങ്ക് കിട്ടുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ മടിയിലും കനമുണ്ട്. ഞാൻ അതിലേക്ക് വരാൻ പോവാണ്. അടുത്ത സ്റ്റെപ്പ് അതാണ്. ഈ കണ്ണികൾ എവിടെ എത്തുന്നു എന്ന് അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന പലരുമായിട്ടും ഈ ADGP അജിത് കുമാർ അർദ്ധരാത്രിയിൽ കള്ളുപിടിച്ചിരിക്കുന്നുണ്ട്. പല കമ്പനിയുണ്ട്. അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരട്ടെ. പ്രതിപക്ഷം എങ്ങനെ പറയും? ഇതിന്റെ എന്താ പറയാ, ഇല നക്കിയവന്റെ ചെറി നക്കിയവൻ എന്ന് പറഞ്ഞ അവസ്ഥയാണോ പ്രതിപക്ഷം? ഇലയെ നക്കാൻ കിട്ടിയ ചെറിയ നക്കാൻ കിട്ടിയിട്ടുള്ളൂ, അതല്ല ഇല ഉണ്ണാൻ തന്നെ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയാൻ പോവാണ്. എന്താണ് പ്രതിപക്ഷത്തെ പലരും ഇത് മിണ്ടാത്തതെന്ന്? പ്രതിപക്ഷം എന്താ അത് പറഞ്ഞിട്ടുണ്ടാവാത്തത്? നിങ്ങളെല്ലാവരും സ്റ്റേറ്റ്മെന്റ് കാണുന്നുണ്ടല്ലോ. വിഴുങ്ങി വിഴുങ്ങി പറയുന്നത് എന്താ? വാട്ട് ഈസ് ദെയർ ഇൻട്രസ്റ്റ്? അതിലേക്ക് നമ്മൾ പോവാണ്. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ പാർട്ടി ഫോറങ്ങളിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അത് അഡ്രസ് ചെയ്യപ്പെട്ടില്ല. പാർട്ടി ഫോറങ്ങളില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളടുത്ത് ഞാൻ എൻ്റെ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. ഈ സാജൻ സ്കറിയ അടക്കമുള്ള വിഷയങ്ങളിൽ അനവധിയായ കത്തുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് ഇത് ടോർപിഡ് ചെയ്യപ്പെട്ടതെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോലീസിൽ അനാവശ്യമായ പ്രവർത്തികൾ നടക്കുകയും ജനങ്ങളെ വെറുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് കത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും ഉദ്ദേശിച്ച രീതിയിൽ ഒരു അനക്കം വരാതെ ആയപ്പോഴാണ് ഇങ്ങനെ സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നത്. തൃശൂർ പൂരത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു, പൂരം കലക്കിയതിൽ ADGPക്ക് പങ്കുണ്ട് എന്ന്. ശശിക്ക് പങ്കുണ്ടോ? ഇല്ല, ADGPക്ക് പങ്കുണ്ട് എന്നത് ഒരു വാസ്തവല്ലേ? ആണല്ലോ. നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങളെ വിശ്വാസം എന്താ? മുകളിലുള്ളവർ അറിയുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നുമല്ലാതെ മീശ മുളക്കാത്ത ഒരു IPS കാരൻ കഴിഞ്ഞ 19-60 കൊല്ലമായി നടക്കുന്ന കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പരിപാടിയാണ് ഈ പൂരം എന്ന് പറയുന്നത്. അത് കലക്കാൻ, അതിനെ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ, അവിടെ കുടമാറ്റം നടക്കാതിരിക്കാൻ, അവിടെ ഡീസൽ എത്തിക്കാൻ കഴിയാതിരിക്കാൻ, അവിടെ വെടിക്കെട്ടിന് അനുമതി നൽകാതിരിക്കാൻ ഒരു മീശ മുളക്കാത്ത ഒരു IPS കാരൻ തീരുമാനമെടുക്കും എന്നാണ് ഒരു പത്രപ്രവർത്തകയായ താങ്കൾ വിശ്വസിക്കുന്നത്? ആണോ? പിന്നെന്താ നിങ്ങളെ പറയാത്തത്? അവിടെയാണ് പ്രശ്നം. നിങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്നിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തുമ്പോൾ യു ഷുഡ് ബി കമ്മിങ് ടു ദ പിക്ചർ. സത്യം പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ അവനാൻ്റെ ബോധ്യം, ഞാൻ എൻ്റെ ബോധ്യങ്ങളാണല്ലോ പറയുന്നത്. നിങ്ങൾക്കും അങ്ങനെ ഒരു ബോധ്യം ഉണ്ടല്ലോ. മാധ്യമ പ്രവർത്തനത്തിൽ നമുക്ക് തെളിവുകൾ വെച്ച്, കിട്ടുന്ന രേഖകൾ വെച്ച് സംസാരിക്കാൻ പറ്റും. ആയിക്കോട്ടെ, തെളിവില്ല, അതിനൊരു സാധ്യത ഉണ്ട് നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനായ IPS ഓഫീസർക്ക് അതിന് ധൈര്യം വരില്ല എന്ന കോമൺ സെൻസ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ മനസ്സിൽ എന്താ നിങ്ങൾക്ക് ആ സൂചന പറയാൻ? എന്താ നിങ്ങൾക്ക് ധൈര്യം വരാത്തത്? അത് വരൂല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഈ ആരോപണങ്ങളെ കുറിച്ച് പാലോളി മുഹമ്മദ് കുട്ടിയോട് ചോദിച്ചപ്പോൾ ഐസ്ക്രീം പാർലർ കേസിലടക്കം ശശി അല്ല കാര്യങ്ങൾ ഒത്തുതീർത്തത്, അതിനകത്ത് PK കുഞ്ഞാലിക്കുട്ടിയെ സഹായിച്ചത് EK നായനാരായിരുന്നു എന്നാണ് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത്. അതിനകത്ത് ശശിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വാദം. താങ്കൾക്ക് എന്താ തോന്നുന്നു? ഞാനത് കേട്ടിട്ടില്ല. കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ പറയാം? മുഖ്യമന്ത്രി 29ഓളം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ കൃത്യമായി എല്ലാ കാര്യത്തിലും കണ്ടെത്തുന്നില്ല എന്ന് രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പറയുന്ന കേട്ടു. ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണം എന്നാണോ? ഞാനതെങ്ങനെ പറയാ? ഞാനൊരു സാധാരണ പാർട്ടി അനുഭാവി മാത്രം. അതെങ്ങനെ ഞാൻ പറയാം? അങ്ങനെ ഒഴിയേണ്ടി വരികയാണെങ്കിൽ ആരൊക്കെ ഇവിടെ ഏതൊക്കെ ഘട്ടത്തിൽ ഒഴിഞ്ഞു പോകേണ്ടി വരും? അങ്ങനെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ഗവൺമെന്റിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തിനാ അദ്ദേഹം അത് ഒഴിയുന്ന കാര്യം എന്താ? അദ്ദേഹം അതിന് പ്രാപ്തനല്ല എന്നല്ല എൻ്റെ അർത്ഥം. അദ്ദേഹത്തിന് പ്രാപ്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാപ്തികൾ ഇരുട്ട് വീഴാൻ വേണ്ടിയിട്ട് ശശി നടത്തിയ പ്രവർത്തനമാണ് ഇന്ന് ഈ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കേണ്ടി വന്നത്. അതാ ഞാൻ പറയുന്നത്. ഈ പോലീസിലെ പരാതികൾ അന്വേഷിക്കുന്നതിനായിട്ട് വാട്സപ്പ് വഴി പരാതി പരിഹാര സെൽ, അതിൻ്റെയൊക്കെ ഒരർത്ഥം ആഭ്യന്തര വകുപ്പ് പരാജയം എന്ന് തന്നെയല്ലേ? അതല്ലല്ലോ. അതെങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാം? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? പോലീസിൽ പരാതി നൽകിയിട്ടും മറ്റും ഈ പറയുന്ന ഈ ഒരു പോലീസ് സംഘം പല പരാതികളും പുഴുത്തുന്നുണ്ട്. അത് പുറത്തേക്ക് വരുന്നില്ല. സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരാണ് ഈ പരാതി കൊടുക്കുന്നത്.
ആ സംഘത്തിൻ്റെ കയ്യിലേക്കാണ് ഈ പരാതി വരുന്നതെങ്കിൽ അത് അവർക്കെതിരാണെങ്കിൽ ആ പരാതി പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വാട്സാപ്പ് നമ്പർ വെച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞ പുഴുക്കുത്തുകളുണ്ടല്ലോ, ആ പുഴുക്കുത്തുകളെ ഭയന്നിട്ടാണ് ഈ വാട്സാപ്പ് നമ്പർ വെക്കുന്നത്. അല്ല ആഭ്യന്തര വകുപ്പ് പരാജയമായതുകൊണ്ടല്ല. അതൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. പ്രകാശ് ബാബു കഴിഞ്ഞ ദിവസം ഈ എന്താണ് ADGP RSS കൂടിക്കാഴ്ചയിൽ അവർ സംസാരിച്ചത് എന്ന് വ്യക്തമാക്കണം, വളരെ കൃത്യമായി അതെന്താണെന്ന് പൊതുജനത്തിന് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ജനയുഗത്തിൽ ലേഖനം എഴുതിയിരുന്നു. CPIയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എത്രമാത്രമുണ്ട് ഈ വിഷയങ്ങൾ? എനിക്കതിനെ പറ്റി അറിയില്ല. ഞാൻ ആരുടെയും പിന്തുണ തേടി പോയിട്ടില്ല, പോകുന്ന പ്രശ്നമില്ല. ഇപ്പൊ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു നേതാക്കന്മാരുടെ. കിട്ടുന്നെന്ന് പറഞ്ഞ ജനം ഇതിനെ പിന്തുണക്കുന്ന ഈ വിഷയം. അപ്പോഴും ഞാൻ പറഞ്ഞു ഈ വിഷയത്തെയാണ് ജനം പിന്തുണക്കുന്നത്, PV അൻവറിനെ അല്ല. KT ജലീൽ അടക്കമുള്ളവരും സമാനമായ തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്ന കേട്ടു. ഇത്രത്തോളം അല്ലെങ്കിൽ പോലും ഇതിനകത്ത് ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതികൾ തുറന്നു കാട്ടുന്നതിനായി അദ്ദേഹം പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് കേട്ടു. ആ ഇടതുപക്ഷ MLA മാരുടെയൊക്കെ പിന്തുണ എങ്ങനെയാണ്? പറയുന്നത് കേട്ടല്ലേ ഉള്ളൂ, കേട്ടതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ജനം ഈ വിഷയത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ ജലീലും അതിൽ പെട്ടില്ലേ. പിന്നെ ജലീലിൻ്റെതായിട്ടൊരു പ്രത്യേക എന്താ പറയുക പിന്തുണയും സപ്പോർട്ടും ഒന്നും എഴുതി തരുന്ന കാര്യമൊന്നുമില്ല. ഇത് ജനം ഏറ്റെടുത്തൊരു വിഷയമാണ്, ഇത് പൊതുസമൂഹം അനുഭവിച്ചൊരു വിഷയമാണ്. അതുകൊണ്ട് ജനം പിന്തുണക്കുന്നു. നമ്മളൊക്കെ ആ ജനത്തിൻ്റെ ഭാഗമാണ്, ഞാനും ജലീലും എല്ലാവരും, നിങ്ങളടക്കം. ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്ന മുസ്ലിം MLA മാർക്കിടയിൽ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് രൂപപ്പെടുന്നുണ്ടോ, പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ആ ചോദ്യം? എന്തെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെടുന്നുണ്ടോ? അല്ല, എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലായില്ല. ആരാ നിങ്ങളോട് അങ്ങനെ സൂചിപ്പിച്ചത്? നമുക്കൊന്നും ഒരു അരക്ഷിതാവസ്ഥയിൽ ഫീൽ ചെയ്യുന്നില്ല. നമ്മളൊക്കെ സുരക്ഷിതമായിട്ടാണ് കേരളത്തിൽ ജീവിക്കുന്നത്. ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥയുണ്ട്, കേരളത്തിൽ അതിൻ്റെ ഒരു വക്ക് പോലുമില്ല. ആ ഒരു ലെവലിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം കേരളത്തിലെ ജനം അതാണ്, മനസ്സിലായില്ലേ? ഓണമുണ്ടാകുമ്പോൾ പള്ളിയിൽ വന്ന് ചെണ്ടമുട്ടുകയും പെരുന്നാളുണ്ടാകുമ്പോൾ അമ്പലത്തിൽ പോയി ബിരിയാണി കൊടുക്കുകയും ചെയ്യുന്ന കേരളമാണിത്. ഇവിടെ അരക്ഷിതാവസ്ഥൻ്റെ പ്രശ്നമൊന്നുമില്ല. ആ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ സമൂഹത്തിന് പുറത്തു പോകും. ഈ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ ഇടതുപക്ഷത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുമെന്നോ പുറത്താക്കപ്പെടുമെന്നോ തരത്തിലുള്ള എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടായി? അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെ ആരെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി? ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല, എന്നോട് ആരും സൂചിപ്പിച്ചിട്ടില്ല, എന്നോട് ആരും ആ കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ചിന്തിക്കേണ്ട വിഷയമില്ല. അപ്പം വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയൊരു ഓട്ടോറിക്ഷ കട്ടിയാലും എൻ്റെ കാര്യം പോക്കാം അല്ലേ? ഇനിയിപ്പോൾ അതിലൊരു ഓട്ടോറിക്ഷ വരും എന്ന് വിചാരിച്ചാൽ പോകാൻ പറ്റും. ഇന്നലെ അതിൽ വലിയൊരു മൂർക്കം പാമ്പ് പോയിരുന്നു, അതുകൊണ്ട് ആളുകൾ വഴിമാറി നടക്കും. ഞാൻ വഴിമാറി നടക്കല്ലോ, മൂർക്കം പാമ്പ് ഇന്നലെയല്ലേ, ഞാൻ ഇന്ന് തന്നെ അതിൽ പോകും. അപ്പം അതെങ്ങനെയൊക്കെ ഇപ്പം നമുക്ക് ആലോചിച്ചിട്ട് ഈ പൊളിറ്റിക്സ് നമുക്ക് ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാ കാലത്തും സ്വതന്ത്രനായി തുടരാനാണോ തീരുമാനം? അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഈ ഭാവിയെക്കുറിച്ചാണല്ലോ എല്ലാവർക്കും ആശങ്ക. എനിക്ക് ഭാവിയെക്കുറിച്ച് ഒരാശങ്കയില്ല, ഒരാഗ്രഹങ്ങളുമില്ല. ഞാനിപ്പോൾ എക്സിസ്റ്റിംഗ് ഈ സൊസൈറ്റിയിൽ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ വാട്ട് ഈസ് മൈ ഡ്യൂട്ടീസ് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളെ രാഷ്ട്രീയം ഉണ്ടാകുമെന്ന്, വേറെ രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന്, മെമ്പർഷിപ്പ് എടുക്കുക, അതൊക്കെയുള്ള നിങ്ങൾ ചോദിക്കണം. അതൊന്നും എൻ്റെ വിഷയമേ അല്ല. പിന്നെ അതിനെക്കുറിച്ച് വരീസാവേണ്ട കാര്യം എന്താ? ഇടതുപക്ഷത്തിനൊപ്പം തന്നെ തുടരാൻ തന്നെ എന്നും മതനിരപേക്ഷ നിലപാടുള്ളവരോടൊപ്പം ഞാൻ ഉണ്ടാവും. ഇന്ന് ഇടതുപക്ഷമാണെന്ന് മുറുകെ പിടിച്ചിരിക്കുന്നു, അവരോടൊപ്പം നമ്മളുണ്ട്. ഈ ADGP MR അജിത് കുമാറിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ എന്ത് നടപടിയിലേക്ക് താങ്കൾ നീങ്ങും? നമുക്ക് അപ്പോൾ കാണാം, അതപ്പോൾ കാണാം. കഴിഞ്ഞ ദിവസം സഖാക്കളെ സംഘടിപ്പിച്ച് സമരം നടത്തുമെന്ന് ഒരു TV ചാനലിനോട് പറയുന്നത്. സഖാക്കളെ സംഘടിപ്പിച്ച് തന്നെയാണ് ഇപ്പം തന്നെ ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു സമരം നടക്കുന്നുണ്ടല്ലോ, ഇതൊരു സമരമാണ്. അത് നടുറോട്ടിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയല്ല, നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. വലിയൊരു സമരം ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് ഏറ്റവും മുൻപന്തിയിൽ എന്നും ഇത്തരത്തിലുള്ള സാമൂഹിക അനീതിയോട് പ്രതികരിക്കുന്ന ഒരു സഖാക്കളാണ്. അവരിപ്പോൾ ഇതിലും പ്രതികരിക്കുന്നു, 1-ാം നമ്പറായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമരം ഈസ് ഗോയിങ് ഓൺ. വളരെയധികം നന്ദി ഈ വിഷയത്തിൽ. താങ്ക് യു.